രാജമൗലിയുടെ വാരണാസി സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചും ആ ഫസ്റ്റ് ഗ്ലിംസ് ഒക്കെ ഇറങ്ങിയപ്പോൾ അതൊരു ഇൻ്റർനെറ്റ് ബ്രേക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു. അവർ ആ ക്യാരക്ടർ പോസ്റ്റേഴ്സിൻ്റെ ഒക്കെ ക്ഷീണം അത് തീർത്തിട്ടുണ്ട് പുള്ളി. എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. ഇപ്പോൾ 1100 കോടി രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നുണ്ട്. ആ ഇവൻറ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, ഒരു 30 മിനിറ്റിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് മുഴുവൻ CGIയും VFX ഒന്നും ചെയ്യാതെ ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം തന്നെ ഫുൾ ഹൈപ്പാക്കാനുള്ള എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഹിഡിയോ കൊജീമ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി സിനിമ കണ്ടിട്ടാണ് സാധാരണ പോസ്റ്റ് ചെയ്യുക. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പുള്ളി പോസ്റ്റ് ചെയ്തിട്ട് യാതൊരു കണ്ടിട്ടില്ല. ഇതിൻ്റെ ഡീകോഡിങ്ങും ഫാൻ തിയറീസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ലോജിക്കലായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം. മെയിനായിട്ട് ഒരു ഇന്ത്യാന ജോൺസ് പ്ലസ് ഒരു ടൈം ട്രാവൽ പ്ലസ് ഒരു ഇന്ത്യൻ മിത്തോളജി, ആ ഒരു വൈബാണ് ഈ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. ടൈം ട്രാവലാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി കുറേ സ്ഥലം ആ ഗ്ലിംസിൽ തന്നെ കാണിക്കുന്നുണ്ട്. 512 വാരണാസി കാണിക്കുന്നുണ്ട്. 2027 ഈ സിനിമ ഇറങ്ങുന്ന സമയം ആ ടൈം ലൈനിൽ ഒരു ആസ്ട്രോയിഡ്, ശംഭാവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസ്ട്രോയിഡ് വന്ന് വീഴുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ നേരെ അന്റാർട്ടിക്കയിൽ പോയിട്ട് റോസ് ഐസ് ഷെൽഫ് അത് കാണിക്കുന്നുണ്ട്. അന്റാർട്ടിക്കയിൽ ഒരു കപ്പൽ തകർന്ന് ഇങ്ങനെ മുങ്ങി വീഴുന്നതും ആ ഒരു നാഷണൽ ട്രഷർ ഒരു വൈബിൽ അവിടെ എന്തോ ഇവരെടുക്കാൻ പോകുന്നതൊക്കെ, ഈ ആൾക്കാർ ആ മലയൊക്കെ കയറുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ആഫ്രിക്കയിലെയാണ്. ഒരു പാരഷൂട്ടിൽ ഇറങ്ങുന്നതും ഒരു കുരങ്ങനെ കുറേ ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ പിടിക്കാൻ നോക്കുന്നതും അതിൽ നമ്മുടെ രുദ്ര, മഹേഷ് ബാബു അതൊക്കെ രക്ഷിക്കുന്നതൊക്കെ ഫുൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് ഇത് കുറേ സ്ഥലം കാണിച്ചിരിക്കുന്നത്. പിന്നെ ഉഗ്രബട്ടി കേവ് എന്ന് പറഞ്ഞിട്ടൊരു കേവ് കാണിക്കുന്നുണ്ട്. അതിൽ ഈ മന്ദാകിനി, പ്രിയങ്ക ചോപ്ര കൊണ്ട് ഒരു റെഡ് സാരിയിൽ വീഴുന്നത് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ദേവിനെ കാണിക്കുന്നുണ്ട്. അത് ആക്ച്വലി ചിന്നമസ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവിയാണ്. മഹാവിദ്യാസ് എന്ന് പറഞ്ഞിട്ട് 10 രൂപങ്ങളുണ്ട്, അതിലൊരു രൂപമാണിത്. അതും ആൾക്കാർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതേപോലെ നമ്മുടെ പണ്ടത്തെ മാർവൽ സിനിമാസിൽ പോലെ ഒരു നീല വെളിച്ചം ഗംഗയിൽ നിന്നൊക്കെ ആകാശത്തേക്ക് പോകുന്നുണ്ട്. പഴയൊരു വൈബ് അതും ഉണ്ട് ഇതിൽ. പിന്നെ നേരെ ലങ്കിലേക്കാണ് പോകുന്നത്, 7200 BC. അവിടെ വെച്ച് രാമായണത്തിൻ്റെ കുറേ സെറ്റിങ് കാണിക്കുന്നുണ്ട്. മിക്കവാറും ഇവർ ടൈം ട്രാവലൊക്കെ ചെയ്ത് ആ രാമായണത്തിൻ്റെ സമയത്തും ഈ രാമനും ഈ കുംഭകർണനുമായിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഇവർ ടൈം ട്രാവൽ ചെയ്ത് പോകുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ആ ഹനുമാൻ്റെ വാലിലൂടെ ഈ രുദ്ര ഒരു തേരിൽ പോകുന്നതും ബാക്കിൽ ഒരു വീൽ ചെയറിൽ ഒരാളിങ്ങനെ പോകുന്നതൊക്കെ അത് നമ്മുടെ പൃഥ്വിരാജാണ്. അപ്പോൾ ആ ഒരു സംഭവം വരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടിപൊളിയായത് മഹേഷ് ബാബുവിൻ്റെ മുഖത്ത് ആദ്യമായിട്ട് കുറേ ഭാവങ്ങൾ അങ്ങനെ നമ്മൾ കാണുകയാണ്, സുഹൃത്തുക്കളെ കാണുകയാണ്. രാജമൗലിയുടെ അടുത്ത് കളിയൊന്നും നടക്കില്ല. പുള്ളി എല്ലാവരും മാക്സിമം ഔട്ട്പുട്ട് പിഴിഞ്ഞെടുത്തോളും. അപ്പോൾ ഇതൊക്കെ കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് കമൻറ്റ് ചെയ്യൂ.